ഇന്ത്യയുടെ ടെറിട്ടറിയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെ പാകിസ്ഥാൻ ഒരു മിലിറ്ററി ആക്ഷനായി കാണുകയും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ എന്ത് സീസ് ഫയറും അതിന് ബാധകമല്ല. ഇങ്ങോട്ട് ഇന്ത്യൻ സിവിലിയൻസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അതിനുള്ള തിരിച്ചടി പാകിസ്ഥാനിൽ സൈനികമായി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യയാണ്. പ്രധാനമന്ത്രി പറയുന്നു ഇതാണ് ഇന്ത്യയുടെ ന്യൂ പോളിസി, ഇതാ ഒരു ലക്ഷ്മണ രേഖ വരച്ചിരിക്കുകയാണ്, അത് ക്രോസ് ചെയ്താൽ തിരിച്ചടി കിട്ടുമെന്ന്. അതിൽ കുഴപ്പമുണ്ടോ? ഞാൻ അതിലേക്ക് എത്താൻ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ബഹുമാനായ രാഷ്ട്രീയ നിരീക്ഷകൻ അല്പനേരം മുമ്പ് പറഞ്ഞ കോൺഗ്രസ് പരിശോധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ മുൻകാല കാര്യങ്ങളിൽ പിഴവുകളുണ്ടെങ്കിൽ ആ പിഴവുകൾ ചർച്ച ചെയ്തും മനസ്സിലാക്കി മുന്നോട്ട് പോകാനും തയ്യാറാണ്. അത് ആ സഹിഷ്ണുതയോട് തന്നെ അംഗീകരിക്കുന്നു. പിന്നെ ശ്രീ ശിവശങ്കറിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഈ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ വന്നിട്ട് ഈ മുഖമില്ലാതെ വരുന്ന ഫേക്ക് അക്കൗണ്ടുകളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു സംവാദകനായി മാറണം. ഞാൻ MLA സീറ്റിന് വേണ്ടിയിട്ട് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള തരംതിരിഞ്ഞ ഈ ഫേക്ക് അക്കൗണ്ടുകളാണ്. ആ രാഷ്ട്രീയത്തിൽ അങ്ങ് അകപ്പെട്ടു പോരുത്. കുറച്ചുകൂടി ഒരു സംവാദകനായിട്ട് അങ്ങ് മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. പിന്നെ ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തിയ ഭാഷ, ആ ഭാഷയ്ക്ക് അങ്ങേക്ക് പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് ആദ്യം പോയിട്ട് നരേന്ദ്രമോദിയോട് പറയണം. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ പറ്റിയ വാക്കുകൾ അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി രാജു നായർ പറഞ്ഞതിൽ ഞങ്ങൾക്ക് പരിഭവിക്കാൻ കഴിയുമോ നോക്കണം. എന്താ, കച്ചിൽ നിന്ന് കിലോമീറ്ററുകളൊക്കെ പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്രമിച്ച ദേശവിരുദ്ധന്റെ പേരാണ് നരേന്ദ്രമോദി. അല്ലേ? നിങ്ങൾ ഇത് ദേശവിരുദ്ധമായിട്ടാണ് കണക്കാക്കിയെങ്കിൽ ആ ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി. പിന്നെ സൈന്യത്തെ അപമാനിക്കുന്നു. ഞങ്ങൾ എവിടെയാ സൈന്യത്തെ അപമാനിച്ചത്? ഞങ്ങൾ ഒരു കാലത്തും സൈന്യത്തെ അപമാനിച്ചിട്ടില്ല. സൈന്യത്തെ അപമാനിച്ചതെല്ലാം നിങ്ങളാണ്. ദാ ഇന്ന് മധ്യപ്രദേശിലെ നിങ്ങളുടെ ഒരു മന്ത്രി പറയുകയാണ്, സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഭീകരവാദികളുടെ സഹോദരിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു. സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണോ? അവരുടെ പേര് കൊണ്ടാണോ സഹോദരിയാവുന്നത്? സോഫിയ ഖുറേഷിക്ക് താൻ മുസ്ലിം ആണെന്നും താൻ ഇന്ത്യൻ ആണെന്നും പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ആ സൈന്യത്തെ അപമാനിച്ച നിങ്ങളല്ലേ? പിന്നെ ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പിടിയിലായത്? ബംഗാളു ലക്ഷൻ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൈനിക ഇടപാടിന് കൈക്കൂലി മേടിക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട് 4 വർഷം കഠിന തടവിന് ശിക്ഷിച്ചതല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രസിഡന്റ് ശിക്ഷിച്ചിട്ടുണ്ടോ? BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് സൈന്യത്തെ വിറ്റതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്നത്. എന്നിട്ട് സൈന്യത്തെ അപമാനിക്കുന്ന കാര്യം പറയാണല്ലേ? പുൽവാമ, ആരാ മിസ്റ്റർ പുൽവാമയെ കുറിച്ച് പറഞ്ഞത്? ഇന്നും നിങ്ങൾ BJPയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലാത്ത ജമ്മു കാശ്മീരിലെ മുൻ ഗവർണറായിരുന്ന സത്യേന്ദ്ര മാലിക്കല്ലേ പറഞ്ഞത് ഇന്നും BJPക്കാരനാണ്. പറയാൻ പറ്റുമോ? അപ്പൊ ആരാ പുൽവാമയെ കുറിച്ച് ആദ്യം പറഞ്ഞത്? ഞങ്ങൾക്ക് അതിനകത്ത് സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പെഹൽഗാമിൽ സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങ് മറുപടി പറയാൻ പറ്റാതെ പോയ കാര്യമില്ലേ? എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല. എനിക്കും അറിയാം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് എന്നുള്ള ഒരു ഇതുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങേരെ കൊണ്ട് കഴിയാവുന്നത് ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് 120 കോടി കൊടുത്ത് ആ അഹമ്മദാബാദിൽ ചേരികൾ മറിച്ച് കെട്ടിപ്പിടിക്കാനും ആ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷന് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നും പറയുന്ന വിടുവേലത്തരത്തിന് മാത്രമേ അയാളെ കൊണ്ട് കൊള്ളുള്ളൂ. നരേന്ദ്രമോദിയെ കൊണ്ട് അല്ലാതെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇടപെടാൻ നിൽക്കരുത്. ഇത് ഞങ്ങളുടെ ഉഭയകക്ഷി പ്രശ്നമാണ്, ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാൻ അങ്ങനെ കൊണ്ട് പറ്റില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പക്ഷെ പ്രശ്നം ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ രാജ്യത്തിന്റെ അഭിമാനത്തെ നിങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് ഈ അമേരിക്കയുടെ കാൽക്കീഴിൽ കൊണ്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നുണ്ടെങ്കിൽ തീർത്തിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോ പോയി തീർത്തിട്ട് 20 മിനിറ്റുള്ളിൽ ട്രംപിനെ വിളിച്ച് അറിയിച്ച ഗവൺമെന്റിന്റെ പേരാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്, ഇല്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നേ. എന്തുകൊണ്ട് പഹൽഗാമിൽ ഇത്രമാത്രം ആയിരങ്ങൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല എന്നുള്ള ചോദ്യം വരുന്നേ. 40 മിനിറ്റോളം നിന്ന് വെടിവെച്ചിട്ട് ചൊരു വെടിവെക്കാൻ ഒരു സൈനികനില്ലാത്തത് എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നേ? മറുപടി പറ.